നമസ്കാരം. ഞാൻ നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ എന്താണെന്നാണ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ കമ്പനിക്ക് ഒത്തിരി പ്രത്യേകത നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. കാരണം നമ്മൾ ഏതൊരു മേഖലയിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ, ഒരു പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ ആഴ്ചയിലായിരിക്കാം, അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കാം അല്ലേ. പക്ഷേ നമ്മുടെ കമ്പനിക്ക് പ്രത്യേകത, നമുക്ക് ഏതൊരു കമ്പനിയും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കമ്പനി മാറിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ കമ്പനിക്ക് ഒരു ദിവസം 2 കട്ട് ഓഫാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 5 AM ടു 5 PM വരെ ഒരു കട്ട് ഓഫാണ്. അടുത്ത് 5 PM ടു 5 AM വരെയും ഒരു കട്ട് ഓഫ്. എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഒരു കട്ട് ഓഫും, വൈകുന്നേരം 5 മണി മുതൽ രാവിലെ 5 മണി വരെയും ഒരു കട്ട് ഓഫ്. ഈ 2 കട്ട് ഓഫിൽ നടക്കുന്ന പ്രോഫിറ്റ് ശരിക്കും പറഞ്ഞാൽ കമ്പനി ഇന്ന ദിവസം തന്നെ നമ്മളെ കമ്പനിക്ക് അക്കൗണ്ടിൽ തരാം എന്നല്ല പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസത്തെ ഇൻകം 4ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിൽ കമ്പനി തരും. ഇത് കാരണം അങ്ങനെ വെച്ചിട്ടുള്ളതിൻ്റെ കാരണം അവധി ദിവസം പേയോട്ട് കൊടുക്കാൻ പാടില്ല. അത് ഗവൺമെൻറ് റൂൾസാണ്. അതോടൊപ്പം നമ്മുടെ കമ്പനിയിൽ ഏതൊരു വ്യക്തി, അപ്പോൾ നിങ്ങൾക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു 2 രീതിക്ക് നിങ്ങൾക്ക് ഈ കമ്പനിയിലേക്ക് കടന്നു വരാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 50 PV എടുത്ത് നമുക്ക് കടന്നു വരാം, ഒരു 100 PV എടുത്തും കടന്നു വരാം. ഈ 50 PVയുടെ എമൗണ്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് 9,800 രൂപയാവും. 100 PVയുടെ എമൗണ്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ 16,500 രൂപയും. ഇനി ഇതിലേത് എടുത്തിട്ട് വന്നാലും കമ്പനി പറയുന്ന A to Z എല്ലാ പ്രോഫിറ്റും നമുക്ക് കിട്ടും. പക്ഷേ പ്രോഡക്റ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. 9,800 കിട്ടുന്ന പ്രോഡക്റ്റിൽ സിംഗിൾ പാക്കും, 16,500 കിട്ടുന്ന പ്രോഡക്റ്റ് ഫാമിലി പാക്ക്. എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അടുത്ത കമ്പനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ കമ്പനി ഏകദേശം 8 ടൈപ്പ് ഇൻകമാണ് കമ്പനി കൊടുക്കുന്നത്. 8 ടൈപ്പ് ഇൻകം. അതിൽ ഞാൻ 8 ടൈപ്പ് ഇൻകം ഞാൻ നിങ്ങളെ മുന്നിൽ പറയുന്നില്ല. നിങ്ങൾ ഇന്ന് വന്നു, നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു 3 ടൈപ്പ് ഇൻകം ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒരു വരുമാനമാണ് സൂപ്പർ അവയർനെസ് ബോണസ്. ഞാനിവിടെ PV പറഞ്ഞു. ഇത് ഒരു PVക്ക് നമ്മുടെ കമ്പനി കൊടുക്കുന്നത് 8 രൂപ 80 പൈസയാണ്. ഇത് 2 കട്ട് ഓഫ്, ഒരു ദിവസം 2 കട്ട് ഓഫ് ഉണ്ടല്ലോ. ഇത് 2 കട്ട് ഓഫ് ഞാൻ പറഞ്ഞു. ഇത് ഒരു കട്ട് ഓഫിൽ നമുക്ക് 8,800 രൂപയും, ഇനി 2 കട്ട് ഓഫിൽ ചേർത്ത് 17,600 രൂപയും വാങ്ങാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതോടൊപ്പം നമ്മുടെ കമ്പനി പരിചയപ്പെടുന്നത് സൂപ്പർ ഫാമിലി ബോണസ്. ഇത് ഒരു PVക്ക് 8 രൂപ 80 പൈസയാണ് അവയർനെസ് ബോണസ് എങ്കിൽ, ഇത് ഒരു PVക്ക് ഫാമിലി ബോണസ് കൊടുക്കുന്നത് 59 രൂപ 40 പൈസയാണ്. ഇത് ഒരു കട്ട് ഓഫിൽ, ഇപ്പോൾ 2 കട്ട് ഓഫ് ഉണ്ടല്ലോ, ഇത് ഒരു കട്ട് ഓഫിൽ നമുക്ക് 5,940 രൂപയും, 2 കട്ട് ഓഫിൽ ചേർത്ത് 11,880 രൂപ വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അതോടൊപ്പം നമ്മുടെ കമ്പനി പരിചയപ്പെടുന്നത് റീപർച്ചേസ് ബോണസാണ്. റീപർച്ചേസ് ബോണസ് ഒരു PVക്ക് നമ്മുടെ കമ്പനിയുടെ ഹെവി ഇൻകമാണ്. ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ പറ്റുന്ന ഹെവി ഇൻകമാണ് ഞാനിത് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റീപർച്ചേസ് ബോണസ് ഒരു PVക്ക് നമ്മുടെ കമ്പനി കൊടുക്കുന്നത് 630 രൂപയാണ്. ഇത് ഒരു കട്ട് ഓഫിൽ നമുക്ക് രാവിലത്തെ കട്ട് ഓഫിൽ 12 മണിക്കൂറിൽ പോലും നമുക്ക് റീപർച്ചേസ് ഇൻകം മാത്രം നമുക്ക് 63,000 രൂപ നമുക്ക് വാങ്ങാൻ പറ്റും. ഇനി 2 കട്ട് ഓഫിനടുത്ത് 24 മണിക്കൂറിൽ റീപർച്ചേസ് ഇൻകം മാത്രം നമുക്ക് 1,26,000 രൂപ വാങ്ങാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി. ഇനി ഇത് ചെറിയ ഇൻകമാണോ? അല്ല, ഇത് വലിയ ഇൻകം തന്നെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഇൻകം നമുക്ക് ഏതൊരു മേഖലയിലും ജോലി ചെയ്യുന്നതിനേക്കാളും ഹെവി ഇൻകമാണ് നമ്മുടെ കമ്പനി തരുന്നത്. പക്ഷേ ഇത്രയും വരുമാനം ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ ഇത്രയും വരുമാനം നമ്മുടെ കമ്പനി നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ ഇതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങളെടുക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന, ആയുസ്സിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഇതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഐഡിയും പാസ്വേഡും കമ്പനി തരും.
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തറിയാലോ, ഇന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണോ ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണോ ഈ ലോകരാജ്യത്ത് സക്സസ് ആയിട്ടുള്ളത്? ഒരിക്കലല്ല. ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരല്ല, ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബിസിനസ് ചെയ്യാനായിട്ട് ക്യാഷ് ഇല്ല, അല്ലേ? പക്ഷെ ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങൾക്ക് കമ്പനി തരുന്നത്. 0 ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ 1 രൂപ പോലും നിങ്ങൾക്ക് ഇവിടെ ചിലവാകുന്നില്ല. കാരണം നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങി ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തു, റിസൾട്ട് കിട്ടി. ഇന്ന് നമുക്കറിയാലോ, ഒരു കൈമുട്ടനോ കാൽമുട്ടനോ നടുവേദന ഇല്ലാത്ത ഒരു വ്യക്തിയും ഇന്ന് ഈ ലോകരാജ്യത്ത് ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇപ്പം നമ്മളെ ബോഡിയിലുണ്ട്, ഇത് പൂർണ്ണമായിട്ടും നമുക്കൊരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ എത്ര ആൾക്കാടി പറയും? പല ആൾക്കാടി പറയില്ലേ? പറയുന്ന ടൈമിൽ നമ്മൾ എന്തായാലും നമ്മൾ നോർമലി എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാടിയും പറയും. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫുഡ് കഴിച്ചാൽ, ഒരു ഹോട്ടലിൽ ചെന്ന് ഒരു ഫുഡ് കഴിച്ചു, നല്ലതാണെങ്കിൽ പല ആൾക്കാരും പറയും, അല്ലേ? പക്ഷേ ഇതേപോലെ തന്നെ നിങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു വ്യക്തി എടുത്ത് ചെന്ന് പറഞ്ഞു അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞ് അവർ ചെന്ന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം ചെന്ന് നിങ്ങളവിടെ ഒരു പരസ്യമായിട്ട് ഓണറിൻ്റെ അടുത്ത് ഞാനാണ് ഇന്നലെ ആ ഒരു വ്യക്തിയെ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ പോലും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി പോലും അവർ ഫ്രീ ആയിട്ട് തരില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ കൂടെ കമ്പനി ഒരു എക്സ്ട്രാ ഇൻകം കമ്പനി നിങ്ങൾക്ക് തരാമെന്നാണ് കമ്പനി പറയുന്നത്. ഇനി നമ്മളെന്തായാലും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുമ്പോൾ പല ആൾക്കാരും പറയും. അതിലൊരു വ്യക്തിയായിരിക്കും ഒരു ഫ്രണ്ട് റിലേറ്റീവ്. അപ്പോൾ ഫ്രണ്ട് റിലേറ്റീവ് ഒരു 50 PB പ്രോഡക്റ്റും ഒരു 100 PB പ്രോഡക്റ്റും എടുത്തു വന്നു എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ പറഞ്ഞതുപോലെ ഒരു സിംഗിൾ പാക്കും ഒരു ഫാമിലി പാക്കുമായിട്ട് ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു 440 രൂപ മാത്രമേ കമ്പനി തരൂ. ഇതെന്തിനാണ് കമ്പനി എങ്ങനെയാണ് തരണമെന്ന് ചോദിച്ചാൽ, ഈ 100 PB ഉണ്ടല്ലോ, ഈ 100 PBയിൽ നിന്നും 50 PB എടുക്കും. അങ്ങനെ ഇതിൽ നിന്ന് ബാലൻസ് ഉള്ള 50 PB ഇവിടെ കെയർഫുള്ളായിട്ട് കിടന്നുകൊള്ളും. അത് പിന്നെ നമുക്ക് അടുത്തതിൽ മാച്ച് ചെയ്ത് കിട്ടും. അങ്ങനെ ഇതിൽ നിന്ന് എടുക്കുന്ന 50ഉം ഈ 50ആയിട്ട് മാച്ച് ചെയ്യും. 50 ഇൻറ്റു അവയർനെസ് ബോണസാണ് ആദ്യം കിട്ടുന്നത്, 8 രൂപ 80 പൈസ വെച്ച്. 50 ഇൻറ്റു 850 വെച്ച് കൂട്ടിയാൽ നമുക്ക് 440 രൂപ നമുക്ക് കിട്ടും. ഇത് ചെറിയൊരു ഇൻകമാണ്. ഇത് ഒരു ക്രൈറ്റീരിയ ബോണസാണ്. ഇത് നമ്മുടെ ഏതൊരു കമ്പനിക്കുള്ളൊരു ബോണസാണ്. ഇനിയാണ് റിയലായിട്ടുള്ള ഫാമിലി ബോണസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തല്ലോ, ഇവർ വഴിയായാലും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു 2 പേർക്ക് റെഫർ ചെയ്തു, ഒരു 50 PB പ്രോഡക്റ്റും ഒരു 50 PB പ്രോഡക്റ്റും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എ ടീമിൽ ഒരു 50ഉം ബി ടീമിൽ ഒരു 50 PBയും മാച്ച് ചെയ്തു. ആ ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50 ഇൻറ്റു 880 വെച്ച് കൂട്ടിയാൽ നമുക്കിവിടെ അറിയാം, നേരത്തെ കൂട്ടിയ 440 ഉണ്ട്, അല്ലേ? അതേപോലെ തന്നെ 50 ഇൻറ്റു 59.40 പൈസ വെച്ച് കൂട്ടിയാൽ നമുക്ക് അറിയാം 2970 രൂപ. അങ്ങനെ ടോട്ടലി നമുക്ക് കിട്ടുന്ന എടുത്ത് നോക്കിയാൽ ഒരു 3410 രൂപ നമുക്ക് കമ്പനി തരും. അതോടൊപ്പം ഇനി ഇത് ടീം വർക്കാണ്, ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു മേഖല അല്ല. ആ ടൈമിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 PB ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 100 PB ഒരു പെയർ മാച്ച് ബിസിനസ് നടന്നാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 100 ഇൻറ്റു 880 വെച്ച് കൂട്ടിയാൽ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 880 രൂപ നമുക്ക് കിട്ടും. 100 ഇൻറ്റു 880 വെച്ച് കൂട്ടിയാൽ 880 രൂപ നമുക്ക് കിട്ടും. അതോടൊപ്പം നമുക്ക് 100 ഇൻറ്റു 5940 അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5940 രൂപ. ടോട്ടലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 6820 രൂപ നിങ്ങൾക്ക് കമ്പനി തരും. 6820 രൂപ. ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ,
നമുക്ക് 9800 രൂപയുടെ 2 പ്രോഡക്റ്റ് എ ടീമിലും ബി ടീമിലും നിങ്ങൾ 2 പേർക്കായിട്ട് റെഫർ ചെയ്ത് ബിസിനസ്സായിട്ട് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 3410 രൂപയും ഒരു 100 PVയുടെ ഒരു 16500 രൂപയുടെ ഒരു പെയർ മാച്ച് ബിസിനസ് നിങ്ങൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എ ടീമിലും ബി ടീമിലും കൂടെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി തരുന്നത് ഏകദേശം 6820 രൂപ നമ്മുടെ നിങ്ങൾക്ക് കമ്പനി തരും. മനസ്സിലായില്ലേ? ഇത് 2 ടൈപ്പ് ഇൻകം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സൂപ്പർ അവെയർനെസ് ബോണസും സൂപ്പർ ഫാമിലി ബോണസും മാത്രമാണ് കമ്പനി ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഈ ഇൻകം തന്നെ നമുക്കൊരു വലിയ രീതിക്ക് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ അറിയാം, ഇപ്പം നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എടാ ഞാൻ എടുത്തു നോക്കിയാൽ ഞാനിപ്പം പല കമ്പനിയെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ താഴെ നിൽക്കുന്ന ഒരു വ്യക്തി കിടന്ന് പണിയെടുക്കും, മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി സക്സസ് ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ രഹസ്യമല്ല അത്. പക്ഷേ നമ്മുടെ കമ്പനിയിലെടുത്ത് നോക്കിയാൽ താഴെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു 6820 കിട്ടിയാൽ മുകളിൽ നിൽക്കുന്ന വ്യക്തിക്കും അതേ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് തന്നെയാണ്. ഇനി നമുക്കിതിൽ നിന്ന് വലിയ രീതിക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് വരുമാനം വാങ്ങാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ചെറിയൊരു എമൗണ്ട്, ഒരു എന്താ വെച്ചാൽ ഒരു ട്രൈപ്പോഡ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ട്രൈപ്പോഡിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞു തരാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങളുടെ ഐഡിയ അല്ലേ, ഇത് നിങ്ങളുടെ ഐഡിയ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇതേ സെയിം ഐഡിയ തന്നെ ഇവിടെ എന്തു പറയും ജിഷ്ല എന്നുള്ള പേരിലുള്ള ഐഡിയ അടിച്ചു. ജിഷ്ല എന്നുള്ള പേരിലുള്ള ഐഡിയ ആണ്. ഇനി ഈ ഐഡിക്ക് ലെഫ്റ്റ് റൈറ്റ് നമുക്കെടുത്ത് നോക്കിയാൽ ഉണ്ടോ ഇല്ലേ? 100% ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉണ്ട്. ഇനി ഈ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു ഇൻകമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ജിഷ്ല എന്നുള്ള പേരിലുള്ള ഐഡിയയിൽ ഇവിടെ 100 PVയുടെ ഒരു ബിസിനസ് നടന്നു. ഇവിടെയും ഒരു 100 PVയുടെ ബിസിനസ് നടന്നു. ഈ ഐഡിയയിൽ എത്ര കിട്ടും? ലെഫ്റ്റും റൈറ്റുമായിട്ട് 100 ബിസിനസ് നടക്കുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ഒരു 6820 രൂപ ഇവിടെ കിട്ടും അല്ലേ? ഒരു 6820 രൂപ നമുക്ക് ഈ ഒരു ഐഡിയയിൽ കിട്ടും. പക്ഷേ അതേ സമയത്ത് ഇത് നമ്മുടെ സ്വന്തം ഫാമിലിയാണെന്ന് ചോദിച്ചോ, ഇത് നമ്മുടെ സ്വന്തം ഫാമിലിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വീടാണ് എന്ന് പറഞ്ഞാൽ ഇത് ജിഷ്ല മേഡത്തിൻ്റെ ഐഡിയ, ഇത് ഹസ്ബൻഡിൻ്റെ ഐഡിയ, ഇത് മകളുടെ ഐഡിയ അല്ലേ? അപ്പോൾ ഇത് 3 നിങ്ങളുടെ ഐഡിയ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഐഡിയക്കും ലെഫ്റ്റും റൈറ്റും ഉണ്ടോ ഇല്ലേ? ഇതിനും ലെഫ്റ്റും റൈറ്റും ഉണ്ട്, ഇതിനും ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കിയാൽ ഈ ഒരു ഐഡിയയുടെ ലെഫ്റ്റിൽ ഒരു 200, ഇവിടെ ഒരു 100 PVയുടെ ബിസിനസ്സും ഇവിടെ 100 PVയുടെ ബിസിനസ് നടന്നു. ഈ ഐഡിയയിൽ എത്ര കിട്ടും? ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6820 രൂപ നമുക്ക് കിട്ടും. അതേ സമയത്ത് ഇവിടെയും ഒരു 100 PVയുടെ ബിസിനസ്സും ഇവിടെ 100 PVയുടെ ബിസിനസ് നടന്നു. നമുക്ക് ഈ ഐഡിയയിൽ എത്ര കിട്ടും? 6820 രൂപ. പക്ഷേ അതേ സമയത്ത് ഇത് രണ്ടും കൂടെ നമുക്ക് ഈ ഒരു വീട്ടിൽ ജിഷ്ല മേഡത്തിൻ്റെ ഹസ്ബൻഡിനും മകൾക്കും കൂടെ കിട്ടിയ എമൗണ്ട് എടുത്ത് നോക്കിയാൽ 6820ഉം 6820 ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 13640 രൂപ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് കിട്ടി. 13640 രൂപ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് കിട്ടി. അതേ സമയത്ത് ഈ ഐഡിയയിലെ ലെഫ്റ്റ് 200 PVയും ലെഫ്റ്റ് റൈറ്റ് 200 PVയും എ ടീമിലും ബി ടീമിലുമായിട്ട് 200 PV കയറുന്ന ടൈമിൽ ഈ ഐഡിയയിൽ ജിഷ്ല മേഡത്തിൻ്റെ ഐഡിയയിൽ എത്ര കിട്ടും? ഏകദേശം കിട്ടുന്ന എമൗണ്ട് എടുത്ത് നോക്കിയാൽ 7640 രൂപ. 7640 രൂപ. അങ്ങനെ ടോട്ടലി ജിഷ്ല മേഡത്തിൻ്റെ വീട്ടിലുള്ള ഐഡിയയിൽ എടുത്ത് നോക്കിയാൽ വീട്ടിലുള്ള ടോട്ടൽ ഇൻകം എടുത്ത് നോക്കിയാൽ ഒരു 24 മണിക്കൂറിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു കട്ട് ഓഫിൽ 24 മണിക്കൂറല്ല, ഒരു 12 മണിക്കൂറിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന എമൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 21,280 രൂപ നിങ്ങൾക്ക് ഈ 2 ടൈപ്പ് ഇൻകം മാത്രം ഏകദേശം 12 മണിക്കൂറിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഹെവി ഇൻകമാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത്.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ട്രൈപോഡിൻ്റെ കേസ് പറഞ്ഞു, ഈ 2 ടൈപ്പ് ഇൻകം ഞാൻ എഴുതി കാണിച്ചു അല്ലേ. അപ്പോൾ 2 ടൈപ്പ് അല്ല, ഏകദേശം 3 ടൈപ്പ് ഇൻകം ഞാൻ എഴുതി കാണിച്ചു. അപ്പോൾ അതിൽ നമുക്കിപ്പം ഈ 3 ടൈപ്പ് ഇൻകം കൂടെ ചേർത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ റീപർച്ചേസ് ഇൻകം പറഞ്ഞില്ല, പക്ഷേ റീപർച്ചേസ് ഇൻകം കൂടെ ചേർത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എങ്ങനെയാണ് നോക്കിയാൽ, നിങ്ങൾ സിംഗിൾ ഐ ഡി ആണ് എടുത്ത് പറഞ്ഞെങ്കിൽ, സിംഗിൾ ഐ ഡി ആണ് എടുത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എടുത്ത് നോക്കിയാൽ ഒരു ഹാഫ് ഡേ എടുത്ത് നോക്കിയാൽ 77,740 രൂപ നിങ്ങൾക്ക് കിട്ടും. 77,740 രൂപ നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം ഒരു ഫുൾ ഡേ, ഈ 77ൻ്റെ അത് തന്നെയാണ് ഒരു ഫുൾ ഡേ എടുത്ത് നോക്കിയാൽ 3 ടൈപ്പ് ഇൻകം കൂടെ ചേർത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എടുത്ത് നോക്കിയാൽ 1,55,480 രൂപ നിങ്ങൾക്ക് കിട്ടും. 1,55,480 രൂപ നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം അതേ സ്ഥാനത്ത് ഒരാഴ്ചയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 10,88,360 രൂപ നിങ്ങൾക്ക് കിട്ടും. 10,88,360. അങ്ങനെ ഒരു മാസം എടുത്ത് നോക്കിയാൽ 46,64,64,400 രൂപയും നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം ഇതേ സ്ഥാനത്ത് ഒരു വർഷത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5,67,50,200 രൂപ. ഓക്കെ, ഇത് സിംഗിൾ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതേ സ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രൈപോഡാണ് എടുത്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹാഫ് ഡേ ഇവിടെ 77,740 രൂപ നിങ്ങൾക്ക് ഒരു 12 മണിക്കൂറിൽ വാങ്ങുന്ന സ്ഥാനത്ത്, പക്ഷേ നിങ്ങളൊരു ട്രൈപോഡ് എടുത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2,33,220 രൂപ നിങ്ങൾക്ക് കിട്ടും. 2,33,220 രൂപ. അതേ സ്ഥാനത്ത് ഒരു ഫുൾ ഡേ ഞാനിവിടെ പറഞ്ഞു, ഫുൾ ഡേ സിംഗിൾ ഐ ഡി ആണെങ്കിൽ 1,55,480 രൂപ. പക്ഷേ ഇവിടെ ട്രൈപോഡ് എടുത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 24 മണിക്കൂറിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് 4,66,440 രൂപ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 4,66,440 രൂപ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതേ സ്ഥാനത്ത് ട്രൈപോഡിൻ്റെ മറ്റൊരു ഗുണമാണ് ഒരാഴ്ചയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 32,65,80 രൂപ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇതൊരാഴ്ചയിൽ. അതേ സ്ഥാനത്ത് ഒരു മാസത്തിലാണെങ്കിലോ 1,39,93,200 രൂപ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. 1,39,93,200 രൂപ. അതേ സ്ഥാനത്ത് ഒരു വർഷം എടുത്ത് നോക്കിയാലോ, ഒരു വർഷത്തിലെടുത്ത് നോക്കിയാൽ 17,02,50,600 രൂപ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. 17,02,50,600 രൂപ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇത് ട്രൈപോഡിൻ്റെ ഗുണമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇൻകം നമ്മൾ ഒരു വർഷത്തിൽ ഒരു ജോലി ചെയ്താൽ കിട്ടാത്തൊരു ഇൻകമാണ് നമുക്ക് നമ്മുടെ കമ്പനി ഇവിടെ തരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ എത്തിച്ചേരാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് ഇത്. ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ. ഓക്കെ.